മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ പിന്നെ കേരളമില്ല. ന്യൂയോർക്ക് ടൈംസ് മുന്നറിയിപ്പ് നൽകിയിട്ട് ഒരു വർഷം. കനത്ത മഴയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഒറ്റ ദിവസം കൊണ്ട് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ 4 അടിയും മുല്ലപ്പെരിയാറിൽ 2 അടിയും വെള്ളമാണ് ഇന്നലെ കൂടിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഔദ്യോഗിക അറിയിപ്പെങ്കിലും പശ്ചിമഘട്ടത്തെക്കുറിച്ച് നേരത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിൻ്റെ ദുരന്തഫലം വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വിദഗ്ധർ പലരും പറഞ്ഞ മുന്നറിയിപ്പുകൾ മറന്നുകൊണ്ട് നമുക്കെങ്ങനെയാണ് ശാന്തരായിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ആശങ്കപ്പെടാതിരിക്കാനാകുക? വയനാട്ടിൽ മുണ്ടക്കൈയിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഈ 2ാം ദിവസവും നമുക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഒരു ഗ്രാമമാകെ ഒലിച്ചുപോയത്, 100ഓളം വീടുകളും 200-ലേറെ മനുഷ്യരും. മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകട ഭീതി ഉണർത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഉത്തരവാദപ്പെട്ടവർ കണ്ണടയ്ക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൻ്റെ പാതിയായിരിക്കും ഇല്ലാതാകുക. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനായിരിക്കും പൊലിയുക. 2361 അടിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. ഇത് മുൻ വർഷത്തേക്കാൾ 30 അടി കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2331 അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയുള്ള കണക്കുകൾ പ്രകാരം 130.25 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. തിങ്കളാഴ്ച 128.15 അടിയായിരുന്നു ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഈ സമയം അണക്കെട്ടിൽ 123.35 അടിയായിരുന്നു ജലനിരപ്പ്. ഇന്ത്യയിലും ചൈനയിലുമായി 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ച 28,000-ലേറെ അണക്കെട്ടുകൾ കാലാവധി പിന്നിട്ട് അപകട അവസ്ഥയിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് മുന്നറിയിപ്പ് നൽകിയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് തകർച്ചാ സാധ്യതയിൽ ഏറ്റവും മുന്നിലെന്നും ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ലിബിയയിലെ വാഡി ഡെർണയിൽ 2 ഡാമുകൾ തകർന്ന് 13,300 പേർ മരണമടഞ്ഞ പശ്ചാത്തലത്തിലാണ് കാലാവധി കഴിഞ്ഞ ഡാമുകൾ ഉയർത്തുന്ന ഭീഷണി വിശദീകരിച്ചുള്ള ലേഖനം. നദീ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർമാരായ ജോഷ് ക്ലെയിം, ഇസബെല്ല വിഗ്ലർ എന്നിവർ ചേർന്നാണ് ലേഖനം എഴുതിയിരുന്നത്. കാലപ്പഴക്കം ചെന്ന ഡാമുകൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണികളും നിരീക്ഷണവുമില്ലെങ്കിൽ സമാനമായ വൻ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നാണ് ലേഖനത്തിൽ പറയുന്നു. ഇത്തരം ഡാമുകൾ ഏറ്റവും ഭീഷണി ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ചവയാണ് ഇവിടുത്തെ ഡാമുകൾ. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പഴക്കം 100 വർഷത്തിലധികമാണ്. കൃത്യമായി പറഞ്ഞാൽ 129 വർഷം. 1887 നിർമ്മാണം തുടങ്ങി 1895 ഒക്ടോബർ 10-നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പ്രത്യക്ഷത്തിൽ തന്നെ തകരാറുള്ള ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യതാ മേഖലയിലുമാണ്. തകർന്നാൽ 35 ലക്ഷത്തോളം പേരുടെ ജീവനാണ് അപകടത്തിലാകുക. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. നാടൻ സ്വാദിനു വേണം തനിനാടൻ വെളിച്ചെണ്ണ. നാളികേരത്തിന്റെ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ. സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ. 80 വർഷത്തെ പാരമ്പര്യം, 3 തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.